ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് തീരുവ എന്ന തുറുപ്പുചീട്ടിറക്കി നരേന്ദ്രമോദിയെ ഒതുക്കാൻ നോക്കിയത് 8 അല്ല 16 നിലയിൽ പൊട്ടിയത് കണ്ട് കൈയടിച്ച ഭാരതീയർ എത്ര പേരുണ്ട്? മോദിയുടെ രാഷ്ട്രീയം പോലും നോക്കാതെ വാ ഭായ്ജാൻ വാ എന്ന് കൈയടിച്ചവരുടെ കൂട്ടത്തിൽ നരേന്ദ്രമോദി എന്ന് കേട്ടാൽ നെറ്റി ചുളിക്കുന്നവരായിരുന്നു കൂടുതൽ എന്നതാണ് വിജയം. വെറും വിജയമല്ല, അപ്രിയമായതിനു നേരെ മുഖം തിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കരുത്ത്, അതാണ് അവിടെ പ്രകടമായത്. മോദിക്ക് F-35 ഫൈറ്റർ ജെറ്റ് വേണ്ട എന്ന് വെക്കാൻ ഒരുപാടൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല. എന്നാൽ ഡൊണാൾഡ് ട്രംപ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു കരണത്തടി മോദിയുടെ ഭാഗത്തു നിന്നും വരുമെന്ന്. അവിടെയാണ് RSS എന്ന മൂശയിൽ വാർത്തെടുത്ത നരേന്ദ്രമോദി എന്ന വ്യക്തി പ്രഭാവത്തിനു മുന്നിൽ നമ്മൾ ഓരോരുത്തരും ഭാരതീയർ സല്യൂട്ട് ചെയ്യേണ്ടത്. സ്വയം സേവകൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വഴികാട്ടുന്ന ആദർശം മുന്നോട്ട് വെക്കുന്ന സ്വഭാവങ്ങളിൽ ഒന്നാണ് ശ്രുതം. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആദർശം മുന്നോട്ട് വെക്കുന്ന ശ്രുതം എന്ന സ്വഭാവമാണ് സാധാരണക്കാരെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കരുത്തും പ്രചോദനവും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മോദി സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഊർജ്ജ സ്രോതസ്സാകുന്നത് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനുള്ള തിരിച്ചറിവും ഒപ്പം സമയത്ത് വേണ്ടത് ചെയ്യാനുള്ള അറിവും കർമ്മകുശലതയുമാണ്. തുർക്കിയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് നേരത്തെ അറിയാം. നരേന്ദ്രമോദി സർക്കാരിന്റെ ആസൂത്രണത്തെക്കുറിച്ച് അവിടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നരേന്ദ്രമോദി സർക്കാർ വളരെ അഭിനന്ദനാർഹമായ പ്രകടനം കാഴ്ചവെക്കുന്ന 2 മേഖലകളാണ് പ്രതിരോധവും രാജ്യസുരക്ഷയും. ഒപ്പം 3 കാര്യങ്ങൾ: ദ്രുതഗതിയിലുള്ള തീരുമാനങ്ങൾ, കൃത്യമായ ആസൂത്രണം, പിഴവില്ലാത്ത നടപ്പാക്കൽ. ഇത് 3ഉം നടപ്പിലാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞതുപോലെ ഇതിനു മുൻപ് ഒരു സർക്കാരിനും സാധിച്ചിട്ടില്ല. ഗണവേഷമിട്ട് 1 മണിക്കൂർ ശാഖയിൽ പ്രവർത്തിക്കുക എന്നത് മാത്രമല്ല RSS നാം എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന ബോധ്യവും കൂടിയാണ്. 8ാം വയസ്സിൽ സംഘത്തിൽ ചേർന്ന നരേന്ദ്രമോദി തന്നെ രൂപപ്പെടുത്തിയത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന സംഘടനയിലൂടെയാണ്. എന്ത് ചെയ്താലും അത് രാഷ്ട്രത്തിന് ഗുണകരമായി മാറണം എന്ന പാഠം പഠിച്ചത് RSS ശാഖയിൽ നിന്നാണ്. നിങ്ങൾ വിദ്യ അഭ്യസിച്ചാൽ അതുകൊണ്ട് രാജ്യത്തിന് ഗുണമുണ്ടാകണം. നിങ്ങൾ ശാരീരിക വ്യായാമം ചെയ്താൽ അതുവഴി ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിച്ച് രാജ്യത്തെ ശക്തിപ്പെടുത്തണം. ഇതാണ് സംഘം പഠിപ്പിക്കുന്നത്. വേദകാലഘട്ടം മുതലുള്ള നമ്മുടെ സംസ്കാരവും ഇത് തന്നെയാണ് പറയുന്നത്. സന്യാസിമാർ പഠിപ്പിച്ചതും വിവേകാനന്ദ സ്വാമി പറഞ്ഞതും RSS പരിശീലിപ്പിക്കുന്നതും ഒന്ന് തന്നെയാണ്. ഗണവേഷമിട്ട് 1 മണിക്കൂർ നടക്കുന്ന ശാഖയിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല സംഘം. അത് തന്നെയാണ് നരേന്ദ്രമോദി തൻ്റെ ഓരോ തീരുമാനത്തിലൂടെ പകരം കൊടുക്കേണ്ടിടത്ത് എന്താണ് മറുപടി കൊടുക്കേണ്ടിടത്ത് കൃത്യമായ മറുപടി കൊടുക്കുന്നത് പോലെ, ഒരാളെ പോലും ഭയപ്പെടാതെ ഒരാളെയും ഒന്നിനും ആശ്രയിക്കാതെ മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ ആ ഒരു ആർജവത്തിനു പിന്നിൽ RSS രൂപപ്പെടുത്തിയ ആ ശീലങ്ങൾ തന്നെയാണ്. 2008 മുംബൈ ഭീകര ആക്രമണമുണ്ടായപ്പോൾ NST എത്താൻ താമസിച്ചതും പെട്ടെന്നുള്ള പ്രവർത്തനത്തിനായി നേവി കമാൻഡോകളായ മാർക്കോസിനെ ഇറക്കേണ്ടി വന്നതും ഭാരതത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഓർമ്മകളാണ്. ഭരണാധികാരികളുടെ പെട്ടെന്നുള്ള തീരുമാനവും സൈന്യത്തിന് കൊടുക്കുന്ന പിന്തുണയുമാണ് ഇക്കാര്യത്തിൽ എത്രയും വേഗമുള്ള പ്രവർത്തനത്തെ സഹായിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഏറ്റവും ശ്രദ്ധിച്ച മേഖലകളാണ് പ്രതിരോധവും രാജ്യസുരക്ഷയും. ദ്രുതഗതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നതിന് നരേന്ദ്രമോദിയെ കഴിഞ്ഞേ ഉള്ളൂ ആരും. അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് നരേന്ദ്രമോദി സർക്കാർ കാഴ്ചവെക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ, ഉറിയിലെ ഭീകര ആക്രമണത്തിനെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, യമനിൽ നിന്നും ഇറാഖിൽ നിന്നും യുദ്ധത്തിനിടയിൽപ്പെട്ട നഴ്സുമാരെ തിരിച്ചെത്തിച്ച നയതന്ത്രജ്ഞത, പുൽവാമ ആക്രമണത്തിന് ബലാക്കോട്ടിൽ നടത്തിയ പ്രത്യാക്രമണം, പാകിസ്ഥാനിൽ പെട്ടുപോയ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ചെത്തിച്ചത്, ഉക്രൈൻ യുദ്ധത്തിനിടയിൽ കൂടി ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി എത്തിച്ചത്, കൊറോണ മഹാമാരിക്കിടയിൽ വിദേശങ്ങളിൽ നിന്നുള്ളവരെ നാട്ടിൽ എത്തിച്ചത് തുടങ്ങി നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് സ്തുത്യർഹമായും കൃത്യതയോടും ഇടപെടൽ നടന്ന സംഭവങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു മറുപടി നരേന്ദ്രമോദിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നരേന്ദ്രമോദി അവിടെ ചർച്ചയ്ക്ക് വരും, നരേന്ദ്രമോദി യാചിക്കും എന്നൊക്കെ കരുതിയിടത്താണ് നരേന്ദ്രമോദിയുടെ ശക്തമായ താക്കീത് കലർന്ന ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വേണ്ടത് വേണ്ടപ്പോൾ ചെയ്ത് അന്താരാഷ്ട്ര തലത്തിൽ നല്ലൊരു മാതൃകയാവുകയാണ് നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് എന്ത് മറുപടി കൊടുക്കും എന്ന് ചിന്തിച്ചവർ ഒരുപാട് പേർ ഭാരതത്തിൽ മാത്രമല്ല ലോക രാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം വളരെ നല്ല ഒരു ബന്ധമാണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അവിടെ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ മുട്ടുകുത്തുമോ എന്ന് കരുതിയവർക്കെല്ലാം വളരെ ശക്തമായ ഒരു തീരുമാനത്തിന്റെ അലയൊലികൾ ഇന്ത്യയിൽ നിന്ന് വരുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കാനാണ് കഴിഞ്ഞത്. എന്തായാലും ഭാരതത്തിന് അഭിമാനിക്കാമെന്ന് 100 തവണ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു ലോക നേതാക്കൾക്കിടയിൽ ഇത്രയും ജനസമ്മിതിയുള്ള, ഇതുപോലെ രാജ്യത്തെ വളരെ മനോഹരമായി നയിക്കുന്ന ഒരു നേതാവ് ഉള്ളതിന് ഭാരതത്തിന് അഭിമാനിക്കാമെന്ന് 100 തവണ മോദിയുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, ഇത്തരത്തിലൊരു നേതാവ് നമ്മുടെ രാജ്യം നയിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.